സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ 2026 നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായി. കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നിവയുടെ സഹകരണത്തോടെയാണ് തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പെരുമ്പാവൂർ MLAയുമായി സഹകരിച്ച് സംയുക്തമായി നടത്തപ്പെട്ട മെഗാ ജോബ് ഫെയർ 2026 വളരെ വിജയപ്രദമായ രീതിയിൽ ഇന്ന് ഈ ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെട്ടു. ഏകദേശം 30ഓളം കമ്പനികൾ ഈ ക്യാമ്പിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് എത്തിച്ചേരുകയും 300-ൽ പരം ഉദ്യോഗാർത്ഥികൾ സെലക്ഷന് വേണ്ടിയിട്ട് ക്യാമ്പസിൽ എത്തുകയും ചെയ്തു. എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ആവേശഭരിതരാണ്. അവർ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ ഉദ്യമത്തിൽ, ഈ മെഗാ ജോബ് ഫെയറിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ 2026 എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഈ കലാലയത്തിൽ ഇന്ന് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 കമ്പനികളിലെ ആളുകൾ വന്ന് ഈ കലാലയത്തിൽ വെച്ചൊരു ജോബ് ഫെയർ സംഘടിപ്പിക്കുകയാണ്. ജോലി ലഭിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ആവശ്യവും ആഗ്രഹവുമാണ്. പക്ഷെ പലപ്പോഴും പലർക്കും കൃത്യസമയത്ത് ജോലി ലഭിക്കുന്നില്ല, ജോലി കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ എവിടെയാണ് ജോലി എന്നുള്ളത് അറിയുന്നില്ല. അതുമൂലം പലപ്പോഴും കുട്ടികൾക്ക് ഡിഗ്രിയും PGയും എൻജിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീടുകളിലിരിക്കുകയാണ്. അങ്ങനെ നാട്ടിൽ ജോലി കിട്ടാത്ത സാഹചര്യത്തിലുള്ള ഒളിച്ചോട്ടമാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്കുള്ള ചേക്കേറുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികൾ കാനഡയിലും UK-യിലും US-ലും ജർമ്മനിയിലുമൊക്കെ പോയി പഠിച്ച് ജോലി തേടുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും അവിടുന്ന് വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ആ രാജ്യത്ത് കിട്ടുന്ന ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ്. നമ്മൾ തൊഴിലിൻ്റെ മഹിമ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു ജോബ് ഫെയർ ടെക്നോ ഡ്രൈവ് എറണാകുളത്ത് സംഘടിപ്പിച്ചു. ഒരുപാട് പേര് വന്നു. 8000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ 1500 പേര് പോലും ജോലിയിൽ പ്രവേശിച്ചില്ല. പല ആളുകളും പറഞ്ഞു, ഞങ്ങൾക്ക് ജോലി എറണാകുളത്താണ് പോകാൻ പറ്റില്ല, തൃശ്ശൂർ പോകാൻ പറ്റില്ല, കൊച്ചിയിലെത്താൻ പറ്റില്ല, ശമ്പളം ഉദ്ദേശിച്ച അത്ര ഇല്ല, ഞങ്ങൾക്ക് 40,000 മിനിമം കിട്ടും, 20,000 ഉള്ളൂ. അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികൾ ജോലിക്ക് പോയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് അവസരമില്ലെങ്കിൽ, ജോലിയില്ലെങ്കിൽ കിട്ടുന്ന ജോലി വാങ്ങി ആ ജോലിയിൽ നന്നായി കഠിനാധ്വാനം ചെയ്ത് പിന്നീട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉയർച്ച, പ്രമോഷൻ കിട്ടി നിങ്ങൾ മറ്റു പല തസ്തികകളിലേക്കും വീണ്ടും വരും. റിക്രൂട്ടർമാരായി 30ഓളം കമ്പനികളാണ് ഈ ജോബ് ഫെയറിൽ പങ്കെടുത്തത്. 100 കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഉപകാരമാവുകയും ചെയ്തു. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച രാവിലെ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങുകൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് അധ്യക്ഷത വഹിച്ചു. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ രതീഷ് KV, സെന്റ് മേരീസ് വലിയപള്ളി ട്രസ്റ്റി ബിനോയ്, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ജിഷ, കോർഡിനേറ്റർ മഞ്ജുഷ രാജൻ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ, മാനേജർ ബേസിൽ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഇന്നിവിടെ നടത്തപ്പെട്ട മെഗാ ജോബ് ഫെയർ എല്ലാ അർത്ഥത്തിലും വളരെ വമ്പിച്ച വിജയമായിരുന്നു. ഏകദേശം 30ഓളം കമ്പനികൾ പങ്കെടുത്ത് കുറേ അധികം തൊഴിൽ ആളുകൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം ഇത് കോളേജിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് മെയിനായിട്ട് ഈ ജോബ് ഫെയർ സംഘടിപ്പിച്ചെങ്കിലും പബ്ലിക്കിനും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചത്. ഈ പരിപാടികൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർ, അനധ്യാപകർ, മാനേജ്മെൻറ്റ് എല്ലാവരുടെയും സഹകരണം ഉണ്ടായി. അതിൻ്റെ കോർഡിനേറ്റേഴ്സും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്രകാരത്തിലുള്ള ഒരു മേള സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞത്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.